ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വേറൊന്നുമല്ല, ഡ്രൈ സ്കിൻ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ. എനിക്കാണെങ്കിൽ ഡ്രൈ സ്കിന്നും ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം എൻ്റെ കാലിൽ നോക്കിയപ്പോഴത്തേക്കിനും ഈ ചേരയുടെയൊക്കെ പുറയിരിക്കത്തില്ലേ, അതുപോലെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് തന്നെ അയ്യേ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായി. പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായി, ഇതെന്താ ഇങ്ങനെ ആയത്. ഞാൻ ഓയിൽ തേച്ച് ബോഡി ലോഷൻ തേച്ച് ഇതൊന്നും തേച്ചിട്ടും മാറുന്നില്ല, ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ ഒരു റെമഡി ട്രൈ ചെയ്ത് നോക്കി. അത് അടിപൊളിയായിട്ട് നല്ല റിസൾട്ട് തന്ന്. അപ്പോൾ അത് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. നേരെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് ഡ്രൈ സ്കിന്നിനെ കുറിച്ച് പറയല്ലേ. ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ, ചിലർക്ക് ഒരുമാതിരി വലിഞ്ഞു മുറുകുന്ന ഫീലിങ്ങേ ഉണ്ടാകത്തുള്ളൂ. ചിലരുടെ ആണെങ്കിൽ ഇങ്ങനെ സ്കിൻ ഒരുമാതിരി ചേരപ്പടം പോലെ ഇങ്ങനെ ഇരിക്കും. എൻ്റെ കഴിഞ്ഞ ദിവസം അങ്ങനെയാണ് കേട്ടോ ഇരുന്നത്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ മറ്റ് കാണുന്നവരെക്കാളും ബുദ്ധിമുട്ടായിരിക്കും അത് അനുഭവിക്കുന്നവർക്ക്. കാരണം നമുക്ക് മനസ്സിലൊരു തോന്നലോ, അവരെന്തോ വിചാരിക്കും, നമ്മുടെ കാല് കണ്ട അവരെന്തോ വിചാരിക്കും, അല്ലെങ്കിൽ കൈ കണ്ട അവരെന്തോ വിചാരിക്കും. അങ്ങനെ നമ്മൾ കാലിൻ്റെ പാദം വരെയുള്ള ഡ്രസ്സ് ഇടും. പിന്നെ ഷോർട്സ് ഒക്കെ ഇടാൻ ഇഷ്ടമുള്ളവർ ഇടാതിരിക്കും. പിന്നെ കൈ കാണിക്കാതെ ഫുൾ കൈ ഇടും. അത് ഇഷ്ടം ഉണ്ടായിട്ടായിരിക്കത്തില്ല. ചിലപ്പോൾ മറ്റുള്ളവർ കണ്ടാൽ അവർക്ക് അതൊരു അയ്യേ എന്നുള്ളൊരു ഫീലിംഗ് ആവുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ തന്നെ മാറ്റും. അപ്പോൾ ഈ ഒരു റെമഡി നിങ്ങൾ ട്രൈ ചെയ്താൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഞാൻ വെറുതെ വന്ന് അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഡ്രൈ സ്കിന്ന് മാറും എന്ന് പറയാൻ വന്നതല്ല. ഞാൻ ആദ്യം എൻ്റെ ഡ്രൈ ആയിട്ടിരുന്ന സ്കിന്നിൻ്റെയും പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടിയ റിസൾട്ടിൻ്റെയും എല്ലാം വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പ്രൂഫ് സഹിതം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇതാ കണ്ടില്ലേ, ഇതാണ് എൻ്റെ കാലിൻ്റെ അവസ്ഥ. ഒരുമാതിരി ചേരപ്പടം പോലെ, നോക്ക്, ചേരയുടെ പടം പോലെ തന്നെ ഉണ്ട് കാല്. നേരത്തെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൽ ആർക്കോ ഇങ്ങനൊരു സ്കിന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓർക്കുന്നില്ല ആർക്കാന്നോ ഒന്നും ഓർക്കുന്നില്ല. ആ ഒരു സമയത്തൊന്നും എനിക്ക് ഈ ഒരു സ്കിന്നിൻ്റെ പ്രശ്നമേ ഉണ്ടായിരുന്നില്ല. ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ആദ്യമായിട്ട് എൻ്റെ സ്കിൻ ഇത്ര ഡ്രൈ ആവുന്നത്. ഒരുമാതിരി തൊലിയെല്ലാം ഇളകി പോകുന്ന പോലെ ചേരപ്പടം പോലെ ഇരിക്കുക. ഇതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ ഓയിൽ തേച്ച് നോക്കി, മാറുന്നില്ല. പിന്നെ കുറേ ബോഡി ലോഷൻ തേച്ച് നോക്കി, എന്നിട്ടും മാറുന്നില്ല. പിന്നാണ് നമ്മുടെ ഈ ഒരു റെമഡി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. വെറും 3 ദിവസം തേച്ചിട്ടുള്ള ആ ഒരു റിസൾട്ടാണ് ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കുന്നത്. ഈ ഒരു സാധനം തേക്കുന്നതിന് മുമ്പ് എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ഡ്രൈനെസ് അത്രയും മാറ്റുമെന്ന്. കാരണം നിങ്ങൾ എൻ്റെ കാല് കണ്ടതല്ലായിരുന്നു, അതുപോലെ ഡ്രൈ ആയിട്ടിരിക്കുമായിരുന്നു. അത്രയും ഡ്രൈനെസ് ഒന്നും മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സാധനം തേച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആദ്യത്തെ എൻ്റെ ആ ഒരു കാലും പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു കാലും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഞാൻ ഈ ഒരു സ്പ്രേ ബോട്ടിലിൽ ആ 2 സാധനങ്ങളൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് ആദ്യം വേണ്ടത് ഗ്ലിസറിനാണ്. ഞാൻ ഈ ഒരു ഗ്ലിസറിൻ വാങ്ങിച്ചത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ. ഈ ഒരു ബോട്ടിലിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു ബോട്ടിലെ ഫുള്ള് ഞാൻ മറ്റേ ആ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, റോസ് വാട്ടറാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് ബഞ്ചാറാസിൻ്റെ റോസ് വാട്ടറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് റോസ് വാട്ടറാണോ ഉള്ളത് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റോസ് വാട്ടറും പിന്നെ ആ ഒരു ഗ്ലിസറിനൂടെ ഒരുമിച്ച് ഒരു ബോട്ടിലാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എവിടെയാണോ ഡ്രൈനെസ് ഉള്ളത് അവിടെ തേച്ച് കൊടുത്താൽ മതി. നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട നമുക്ക് ആ ഒരു ഡ്രൈ സ്കിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി. വെറും 2 കാര്യം മാത്രം മതി. നിങ്ങളതൊന്ന് ട്രൈ ചെയ്താൽ ഡ്രൈ സ്കിന്ന്, നല്ല ഡ്രൈ സ്കിൻ ഉള്ളവരുടെ വരെ മാറും. ഞാൻ ആ കാണിച്ചേക്കുന്ന ആ ഒരു റിസൾട്ട് വെറും 3 ദിവസം യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ്. അപ്പം നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 ആഴ്ചയൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. എത്ര ഡ്രൈ സ്കിൻ ആണെങ്കിലും അത് മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം വെറും 3 ദിവസം അത് യൂസ് ചെയ്തിട്ട് ഇത്രയും റിസൾട്ട് കിട്ടിയാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അറിവിൽ ഇതുപോലെ ഡ്രൈ സ്കിൻ വെച്ചിട്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഉപകാരപ്പെടട്ടെ. അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.